ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച ഒരു സിംഗിൾ ഇൻസിഡൻറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കുകയില്ല. നമുക്കറിയാം, ഒരു നദി ഉണ്ടാകുന്നത് പോലെ കുറേയധികം അരുവികൾ ചേർന്നുണ്ടായ വെറുപ്പിൻ്റെ ഒരു നദിയാണ് ദ ട്രീറ്റി ഓഫ് വെർസാലിസ്. കഥ ആരംഭിക്കുന്നത് വർഷം 1919 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതോടുകൂടി വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു ഉടമ്പടി ഒപ്പുവെക്കപ്പെടുന്നു. ആ ഉടമ്പടി അറിയപ്പെടുന്ന പേരാണ് ദ ട്രീറ്റി ഓഫ് വെർസാലിസ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട്, ആർട്ടിക്കിൾ 231 അഥവാ വാർ ഗിൽറ്റ് ക്ലോസ്. ഈ ക്ലോസ് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മുഴുവൻ നാശനഷ്ടങ്ങളുടെയും ഉത്തരവാദി ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലയിലേക്ക് ചാർത്തി കൊടുക്കുന്നതാണ്. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുവാനുണ്ടായിരുന്ന കാരണങ്ങൾ പലതാണ്. അതിൽ ഓട്ടോമാൻ എംപയറും ഓസ്ട്രോ ഹംഗേറിയൻ എംപയറും റഷ്യയും ബാൾക്കനും അതുകൂടാതെ സ്ലാവിക് എത്നിസിറ്റിയും മുതലായ അനേകം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സഹായത്തിനായി എത്തിയ രാജ്യം മാത്രമായിരുന്നു ജർമ്മനി. ആ ഒരു രാജ്യത്തിൻ്റെ മുകളിലേക്കാണ് എല്ലാ കുറ്റങ്ങളും വെർസാലിസ് ട്രീറ്റി ചാർത്തി കൊടുക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനും ഒന്നാം ലോക മഹായുദ്ധത്തിൽ താങ്കൾക്കുണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും പകരമായി വളരെ ഭീമാകാരമായ ഒരു തുക ജർമ്മനി നൽകണമെന്നാവശ്യപ്പെട്ടു. വെർസാലിസ് ഉടമ്പടി പ്രകാരം ഏകദേശം 33 ബില്യൺ US ഡോളറോളമാണ് ജർമ്മനി മറ്റ് രാജ്യങ്ങൾക്ക് നൽകുവാനുള്ള ബാധ്യത വരുന്നത്. ഇന്നത്തെ നിലയിൽ നമ്മൾ ഈ തുകയെ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 270 ബില്യൺ US ഡോളറോളം വരും. ഈ തുക എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ജർമ്മനി ഇതിൻ്റെ അവസാനത്തെ തുക അടച്ചു തീർക്കുന്നത് 2010 ഏകദേശം 100 വർഷങ്ങളെടുത്തു ജർമ്മനിക്ക് ഇത് അടച്ചു തീർക്കുവാനായി. ഇനി എങ്ങനെയാണ് ജർമ്മനി ഈ ഭീമാകാരമായ തുക കൊടുത്തതെന്നാൽ ഒബ്വിയസ്ലി അത് ജർമ്മൻ ജനങ്ങളുടെ കയ്യിൽ നിന്നുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പേയ്മെൻറ്റ് നടക്കുന്നത് വർഷം 1921. അങ്ങനെ ഈ ഒരു പേയ്മെൻറ്റ് നടന്നതിന് ശേഷം റൈറ്റ് ആഫ്റ്റർ ദാറ്റ് ഒരു പക്ഷേ നമുക്ക് ആർക്കും ചിന്തിക്കുവാൻ സാധിക്കാത്ത അത്രയും വലിയൊരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ജർമ്മനിയിൽ വരുന്നു, അല്ലെങ്കിൽ വലിയൊരു പണപ്പെരുപ്പം ജർമ്മനിയിൽ ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് 1922 ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ വില വെറും 160 ജർമ്മൻ മാർക്സ് മാത്രമായിരുന്നു. 1923 ആകുന്നതോടുകൂടി അത് 200 ബില്യൺ മാർക്സായി ഉയർന്നു വരുന്നു. ഇതോടുകൂടി ജർമ്മൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുകയും അതിൻ്റെ ഫലമായി വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മയും പട്ടിണിയും ജർമ്മനിയിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജർമ്മനിയിൽ തൻ്റെ പ്രസംഗ ശൈലി കൊണ്ട് വലിയൊരു ജനവിഭാഗത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു യുവ നേതാവ് കടന്നു വരുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആരാണെന്നത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അഡോൾഫ് ഷുക്കൽഗ്രൂബർ എന്ന അഡോൾഫ് ഹിറ്റ്ലർ തന്നെ. 1923 ആകുന്നതോടുകൂടി ഹിറ്റ്ലർ തൻ്റെ നാസി പടയെ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനിയിൽ ഒരു അട്ടിമറിക്ക് ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് പരാജയപ്പെട്ടു പോവുകയും ഹിറ്റ്ലർ തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഈ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയാലും ജർമ്മൻ ജനതയുടെ ഇടയിൽ ഹിറ്റ്ലർക്ക് വലിയ രീതിയിലുള്ള സ്ഥാനം ഇതോടുകൂടി ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ രാജ്യത്തൊരു റൂമർ അല്ലെങ്കിൽ ഒരു കിംവദന്തി പരക്കുന്നു. താങ്കളുടെ രാജ്യം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനൊരു അപമാനം നേരിടേണ്ടി വന്നത് രാജ്യത്തുള്ള ചില ആൻറ്റി നാഷണൽ എലമെൻറ്റുകൾ മൂലമാണെന്നുള്ള വിശ്വാസം ജനങ്ങളിൽ വളർത്തിയെടുക്കുന്നു. ജൂതമതക്കാരും സോഷ്യലിസ്റ്റുകളും ജർമ്മനിയുടെ ഇന്നത്തെ ദുരാവസ്ഥയ്ക്ക് ഉത്തരവാദികളാണെന്നുള്ള രീതിയിലുള്ള ഈ റൂമർ വലിയ രീതിയിൽ അങ്ങ് വ്യാപിക്കുന്നു. 1929 ആകുമ്പോൾ ലോകത്ത് മഹാദുരിതകാലമായ ഗ്രേറ്റ് ഡിപ്രഷൻ ആരംഭിക്കുകയും ജർമ്മനിയുടെ അവസ്ഥ അതിന് മുമ്പത്തേതിനേക്കാൾ അതിമോശമാവുകയും കുട്ടികൾ ഉൾപ്പെടെ അനേകം പേർ മരണപ്പെടുന്ന ദയനീയ സാഹചര്യത്തിൽ ഈ ജർമ്മനി എത്തിച്ചേരുകയും ചെയ്യുന്നു. 1933 ആകുമ്പോൾ ഹിറ്റ്ലർ ജർമ്മൻ ഭരണാധികാരിയായി ഉയർന്നു വരികയും തൻ്റെ സ്വപ്നമായിരുന്ന ജർമ്മൻ റൈക്ക് പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പഴയ ജർമ്മൻ എംപയറിനെ പുനഃസ്ഥാപിക്കുന്നതിനായി ജൂതമതക്കാരെയും സ്ലേവിയൻസിനെയും സോഷ്യലിസ്റ്റുകളെയും രാജ്യത്തു നിന്ന് പുറത്താക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ആര്യന്മാർ മാത്രമുള്ള ഒരു ശുദ്ധരാജ്യം സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതിനായി ഹിറ്റ്ലർ തൻ്റെ ജൂഡോ ബോൾഷെവിക് കോൺസ്പിരസി തിയറി മുന്നോട്ട് വെക്കുകയും ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള വിദ്വേഷം പകർത്തി നൽകുകയും ചെയ്യുന്നു. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്നിൽ ജൂതന്മാരാണെന്നും സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണത്തിന് ജൂതന്മാരുടെ ഇടപെടലുകളാണ് കാരണമായത് എന്നുള്ള തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ജർമ്മനി നശിക്കുവാനുണ്ടായിരുന്ന കാരണം രാജ്യത്തിനകത്തുണ്ടായിരുന്ന ചില ആൻറ്റി നാഷണൽ ശക്തികളാണെന്നുള്ള വിശ്വാസം കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രചരിപ്പിച്ചതോടുകൂടി കാര്യങ്ങൾ കുറേയൊക്കെ മാറി മറിയുന്നു. പിന്നീട് വർഷം 1935 ആകുന്നതോടുകൂടി ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നു ജർമ്മനിക്ക് സ്വന്തമായി ഒരു എയർഫോഴ്സ് ഉണ്ട് എന്ന കഥ.
ഇന്ന് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം അതിൽ കാര്യമായിട്ടുള്ള തെറ്റുകളൊന്നും കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ വർഷം 1935 സാഹചര്യം ഇതായിരുന്നില്ല. 1935 വെർസാലിസ് ഉടമ്പടി അപ്പോഴും നിലവിലുണ്ടായിരുന്ന സമയത്ത് അതിനകത്തൊരു നിയമമുണ്ടായിരുന്നു. ജർമ്മനിക്ക് സ്വന്തമായി ഒരു എയർഫോഴ്സോ നേവിയോ ആർമിയോ ഒന്നും നിലനിർത്താൻ അനുവാദമില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് ജർമ്മൻ ഈ ഒരു നിയമം ലംഘിക്കുകയും ഒരു ശക്തമായ എയർഫോഴ്സ് നിർമ്മിച്ചെടുക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം വെർസാലിസ് ഉടമ്പടിയുടെ തുറന്ന ലംഘനമായിട്ടും ജർമ്മനിയെ അനുകൂലിക്കുന്ന ഒരു സംഭവ വികാസം ബ്രിട്ടനിൽ അരങ്ങേറുന്നു. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ജർമ്മനിക്കെതിരെ ഈടാക്കുന്ന ഈ നിയമങ്ങൾ അന്യായമാണെന്നുള്ളത് ബ്രിട്ടനിലെ ഒരു വിഭാഗം ജനങ്ങൾ ശക്തമായി വാദിക്കുന്നു. ഇതിനെ തുടർന്ന് 1935 അവസാനത്തിൽ ആംഗ്ലോ ജർമ്മൻ നേവൽ എഗ്രിമെന്റ് ഒപ്പിടപ്പെടുകയും ചെയ്യുന്നു. ഈ ഉടമ്പടിയെ തുടർന്ന് ഇനി മുതൽ ജർമ്മനിക്ക് സ്വന്തമായി ഒരു നേവൽ ഫോഴ്സിനെ കൂടി നിലനിർത്തുവാനുള്ള അനുവാദം ഇതുകൂടിലൂടെ ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നു. പക്ഷേ ജർമ്മൻ സൈന്യത്തിൻ്റെ ഈ ഒരു വളർച്ച കണ്ട് ഭയപ്പെട്ടിരുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യം മറ്റൊന്നുമായിരുന്നില്ല, ഫ്രാൻസ് ആയിരുന്നു. നമുക്കറിയാം, ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ യാതൊരു തരത്തിലും കരമാർഗമുള്ള ഒരു ബന്ധവുമില്ല. എന്നാൽ ഫ്രാൻസിൻ്റെ കഥ അതല്ല. ഫ്രാൻസിന് വലിയ ദൂരത്തിലുള്ള ഒരു അതിർത്തി ജർമ്മനിയുമായി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനി ഇത്രയും വലിയ മിലിറ്ററിപരമായി ശക്തമാകുന്നതിൽ ഫ്രാൻസിന് വലിയ ഭയമുണ്ടായിരുന്നു. ഈ ഭയത്തെ തുടർന്ന് 1935 ശേഷം ഫ്രാൻസ് തങ്ങളുടെ ഈസ്റ്റേൺ ബോർഡറിൽ 450 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ഈ ഫോർട്ടിഫിക്കേഷൻ ഇന്ന് അറിയപ്പെടുന്നതാണ് മാഗ്നോട്ട് ലൈൻ എന്ന പേരിൽ. അങ്ങനെ 1938 ആകുന്നതോടുകൂടി തൻ്റെ സൈന്യം ആവശ്യത്തിന് പ്രിപ്പയർ ആകുന്ന ഹിറ്റ്ലർ ആദ്യമായി ഒരു രാജ്യം പിടിച്ചെടുക്കുവാനായി പോകുന്നു. ആ രാജ്യം ഓസ്ട്രിയയാണ്. ഹിറ്റ്ലർ ഓസ്ട്രിയ പിടിച്ചെടുക്കുവാനുണ്ടായിരുന്ന കാരണങ്ങൾ പലതാണ്. ഒന്നാമതായി, ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളെല്ലാം യുണൈറ്റഡ് ആയിട്ട് നിൽക്കണമെന്നുള്ള ഹിറ്റ്ലറിൻ്റെ ആഗ്രഹം. രണ്ടാമതായി, ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരെ ഒന്ന് ചേർക്കണമെന്ന് മാത്രമല്ല, സാധ്യമായ രാജ്യങ്ങളെല്ലാം കീഴടക്കണമെന്നുള്ളതും ഹിറ്റ്ലറുടെ ലക്ഷ്യമായിരുന്നു. മൂന്നാമതായി, ജർമ്മനിയുടെ വികസനത്തിനായി അന്ന് വലിയ രീതിയിലുള്ള റിസോഴ്സുകൾ ആവശ്യമായിരുന്നു. ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ ലഭിക്കണമെങ്കിൽ ഹിറ്റ്ലർ മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തേണ്ടതായി തന്നെ വരും. അവിടുത്തെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനിയുടെ വികസനം കൂടെ എളുപ്പമാക്കുകയും ശേഷം വർഷം 1938 ആകുന്നതോടുകൂടി ഹിറ്റ്ലർ ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന കൂട്ട് ഷുൻഷിങ്ങിനെ കാണുകയും അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബലമായി ഒരു കരാറിൽ ഒപ്പിടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഈ സമയമാകുന്നതോടുകൂടി തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനുള്ളിൽ മുഴുവനും പ്രോ നാസി ബിഹേവിയറുള്ള ആൾക്കാർ എത്തിപ്പെടുന്നു. ഇതോടുകൂടി ഓസ്ട്രേലിയൻ ജയിലുകളിൽ വലിയ രീതിയിൽ നാസികളെ സപ്പോർട്ട് ചെയ്യുന്ന അനേകം തടവുകാരുണ്ടായിരുന്നു. ഇവരെ ജയിൽ മോചിതരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം ഒരു മാസം ആകുന്ന സമയത്ത് തന്നെ തൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ചാൻസലർ ഒരു വോട്ടെടുപ്പ് നടത്തുവാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ആ വോട്ടെടുപ്പ് ഇത്രയേ ഉള്ളൂ: ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായി നിൽക്കണോ അതോ ജർമ്മൻ സപ്പോർട്ടുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെയൊരു വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഹിറ്റ്ലർ തൻ്റെ വലിയൊരു സൈന്യവുമായി ഓസ്ട്രിയയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇത് തിരിച്ചറിയുന്ന ഓസ്ട്രിയൻ ചാൻസലർ വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്ഥാനം റിസൈൻ ചെയ്ത് ഒഴിഞ്ഞു പോകുന്നു. ഇദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഹിറ്റ്ലർ അയാളുടെ പ്രൊപ്പഗണ്ട മിനിസ്ട്രീനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ പത്രമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായിട്ടുള്ള വിയറ്റ്നാമിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് കാരണം കമ്മ്യൂണിസ്റ്റുകളാണെന്നുള്ളതും കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കലാപത്തിന് പകരമായി അവരെ അടിച്ചമർത്തുവാനായി ഓസ്ട്രിയൻ ഗവൺമെൻറ് താങ്കളുടെ സഹായം ചോദിച്ചു എന്നും താങ്കൾ ഈ രാജ്യത്ത് വന്നിട്ടുള്ളത് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഹിറ്റ്ലർ പടച്ചുവിടുന്നു. അങ്ങനെ ഓസ്ട്രിയൻ ചാൻസലർ രാജിവെച്ചതിന് ശേഷം ഓസ്ട്രിയൻ പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ഓസ്ട്രിയയെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും ഹിറ്റ്ലർ അതിനെ ജർമ്മനിയിൽ ലയിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു ആക്രമണം യാതൊരു രക്തച്ചൊരിച്ചിലും കൂടാതെ നടന്നു പോന്നു. അതിന് കാരണം നാസി പ്രൊപ്പഗണ്ടയിൽ ഹിറ്റ്ലർ തൻ്റെ ചതി നീക്കങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വ്യാജ വാർത്തകളും പ്രചരണങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെ നടത്തി ഹിറ്റ്ലർ വ്യാപകമായി താങ്കൾ ഈ രാജ്യത്തെ രക്ഷിക്കാനാണ് വന്നതെന്ന കള്ളക്കഥയിൽ ജനങ്ങളെ വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾ ഹിറ്റ്ലറെ പിന്തുണയ്ക്കുകയും യാതൊരു യുദ്ധമോ പ്രതിരോധമോ ഒന്നുമില്ലാതെ തന്നെ ഓസ്ട്രിയ ജർമ്മനിയുടെ നിയന്ത്രണത്തിലേക്ക് മാറുകയും ചെയ്തു. ഓസ്ട്രിയയെ അതിൻ്റെ ഭാഗമാക്കിയതോടുകൂടി ഹിറ്റ്ലർ അടുത്തതായിട്ട് നീങ്ങിയത് ചെക്കോസ്ലോവാക്യയിലേക്കാണ്. ചെക്കോസ്ലോവാക്യയിലെ സദർലൻഡ് ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന അനേകം ആൾക്കാർ തിങ്ങിപ്പാർത്തിരുന്നൊരു പ്രദേശമായിരുന്നു.
ഈ ഒരു പ്രദേശത്ത് ഏകദേശം 3 മില്യണോളം ജർമ്മൻ സംസാരിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. അതിനാൽ അവരെ സംരക്ഷിക്കേണ്ടത് ജർമ്മനിയുടെ ഉത്തരവാദിത്തമാണെന്ന് ഹിറ്റ്ലർ മുന്നോട്ട് വെക്കുന്നു. അതേസമയം തന്നെ യൂറോപ്പിലെ രാഷ്ട്രീയ നേതാക്കളും ഇതേ വിഷയത്തിൽ ആശങ്കയിലാകുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവൽ ചേംബർലൈൻ ഒരു യുദ്ധം ഒഴിവാക്കുന്നതിനായി 1938 ഒരു കരാർ ഒപ്പിടുന്നു. ഈ കരാറാണ് മ്യൂണിക് കരാർ എന്നറിയപ്പെടുന്നത്. ഈ കരാർ പ്രകാരം സദർലൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കുകയും വീണ്ടും തൻ്റെ തന്ത്രങ്ങൾ ഹിറ്റ്ലർ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു രക്തച്ചൊരിച്ചിലുകൾ ഒന്നുമില്ലാതെ സദർലൻഡ് പ്രദേശവും ജർമ്മനിയുടെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നു. പക്ഷേ മ്യൂണിക് എഗ്രിമെൻ്റ് ഒപ്പിടുന്നതിന് പിന്നിൽ ഒരു പ്രധാന വ്യവസ്ഥയുണ്ടായിരുന്നു. ഹിറ്റ്ലർ ഇനി ഒരിക്കലും ഒരു യുദ്ധമോ പുതിയ അധിനിവേശങ്ങളോ നടത്തില്ല എന്നത്. അങ്ങനെ 1938 മ്യൂണിക് എഗ്രിമെൻ്റ് ഉറപ്പാക്കിയതിന് ശേഷം വാക്കിന് യാതൊരു വിലയുമില്ലാതിരുന്ന ഹിറ്റ്ലർ കൃത്യം 1 വർഷം പിന്നീട് മുമ്പ് തന്നെ ചെക്കോസ്ലോവാക്യയെ വീണ്ടും ആക്രമിക്കുകയും അതിൻ്റെ ബാക്കി വരുന്ന പ്രദേശങ്ങൾ കൂടി കീഴടക്കുകയും ചെയ്തു. ശേഷം രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുകയും ഒരു ഭാഗം ജർമ്മനിയോട് കൂട്ടിച്ചേർക്കുകയും മറ്റൊരു ഭാഗം നാസി ക്ലൈം സ്റ്റേറ്റായിട്ട് മാറ്റുകയും ജർമ്മൻ നിയന്ത്രണത്തിലുള്ള ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിനെ സ്ഥാപിച്ചുകൊണ്ട് സ്ലോവാക്ക് റിപ്പബ്ലിക് എന്ന പേരും നൽകുന്നു. അതുപോലെ രക്തച്ചൊരിച്ചിലൊന്നുമില്ലാതിരുന്ന ഈ ഒരു അധിനിവേശം ചെക്കോസ്ലോവാക്യയിലെ ജനങ്ങൾ ശക്തമായി എതിർക്കുകയും ഹിറ്റ്ലറിനെതിരെ ആദ്യ പ്രത്യക്ഷ പ്രതികരണങ്ങളുമായി അവർ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇതോടുകൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നെവിൽ ചേംബർലൈൻ കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു. 1939 ഹിറ്റ്ലറുടെ അടുത്ത അധിനിവേശം ഒരുക്കിയത് പോളണ്ടിലേക്കായിരുന്നു. പോളണ്ടിനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ജർമ്മനി സോവിയറ്റ് യൂണിയനുമായി ഒരു നോൺ അഗ്രഷൻ പാക്ട് ഒപ്പിടുന്നു. ജർമ്മനിക്ക് കമ്മ്യൂണിസത്തിനെതിരായിട്ടും ഈ ഒരു കരാറിൽ ഇവർ കൈകോർക്കുന്നത് പോളണ്ടിനെ ആക്രമിക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇടപെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. സോവിയറ്റ് യൂണിയൻ ആകട്ടെ പോളണ്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സ്വന്തമാക്കുവാനായി അവരും ആഗ്രഹിച്ചതിനാൽ അവരും ഈ കരാറിൽ സഹകരിക്കുവാനായി തീരുമാനിക്കുന്നു. 1939 അവസാനത്തോടടുക്കുമ്പോൾ ഏകദേശം 1 ദശലക്ഷം ജർമ്മൻ സൈനികർ പോളണ്ടിൻ്റെ വടക്ക് നിന്നും തെക്ക് നിന്നും ആക്രമണം ആരംഭിക്കുകയും ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് കണ്ട UK ഫ്രാൻസും അവരുടെ ക്ഷമയുടെ അതിർവരമ്പുകളിലെത്തുകയും അതിന് പ്രധാന കാരണമാകുന്നത് ഹിറ്റ്ലറുടെ തുടർച്ചയായിട്ടുള്ള ഈ അധിനിവേശ നീക്കങ്ങൾ ഇപ്പോൾ പോളണ്ടിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ അടുത്തതായിട്ടും സ്വാഭാവികമായിട്ടും അത് ഫ്രാൻസിലേക്കും ബ്രിട്ടനിലേക്കും ആയിരിക്കുമെന്നത് അവർക്ക് സംശയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഹിറ്റ്ലറിന് അവസാനമായി ഒരു മുന്നറിയിപ്പ് നൽകുകയും എന്നാൽ ഹിറ്റ്ലർ അതിനെ അവഗണിച്ചുകൊണ്ട് പോളണ്ട് കൈവശപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ബ്രിട്ടന്റെ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഫ്രാൻസും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും കാനഡയും ഇവർ ഒരുമിച്ച് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ ഘട്ടത്തെയാണ് പോണി വാർ എന്ന് വിളിക്കുന്നത്. യുദ്ധം ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥ സൈനിക മുന്നേറ്റം തുടങ്ങുവാനായി ഒരു നേരിയ നിശബ്ദത നിലനിന്നിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും പോളണ്ടിനെ സഹായിക്കുവാൻ യാതൊരു തന്ത്രപ്രധാനമായ നീക്കങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നടത്തിയിരുന്നില്ല. അവർക്ക് പോളണ്ടിലേക്ക് ആയുധങ്ങളോ സൈനികങ്ങളോ അയക്കാനാകാത്ത സാഹചര്യമായിരുന്നു. അതിനാൽ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥ ആക്രമണ പ്രവർത്തനങ്ങൾ വൈകിപ്പോവുകയും ഈ ഘട്ടത്തെയാണ് പോണി വാർ എന്ന പേരിൽ വിളിക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ പോളണ്ടിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പോളണ്ട് പുരാതന കാലത്ത് എങ്ങനെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ കുതിരയും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ജർമ്മനിയുടെ വലിയ സൈന്യത്തിനെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. വലിയൊരു ആർമി പോളണ്ടിൻ്റെ പക്ഷത്തുണ്ടായിരുന്നെങ്കിലും മോഡേൺ ആയിട്ടുള്ള വാർഫെയറും ടാക്ടിക്സും ഒന്നും ജർമ്മനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഹിറ്റ്ലറുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാനായി അന്ന് പോളണ്ടിന് സാധിച്ചിരുന്നില്ല. ഈ സമയം നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ജർമ്മനി അവർ ഈ രാജ്യങ്ങളെല്ലാം കീഴടക്കിയത് അവരുടെ വാർഫെയർ സ്ട്രാറ്റജി ആയിട്ടുള്ള ബ്ലിറ്റ്സ്ക്രിഗ് ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രധാനമായും 2 കാര്യങ്ങളിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് വേഗത, രണ്ടാമതായിട്ട് സ്റ്റെൽത്ത്. ജർമ്മനിക്ക് ഏത് രാജ്യത്തെയാണോ ആക്രമിക്കേണ്ടത് ആദ്യമായി ആ രാജ്യത്തിലേക്ക് ടാങ്കുകൾ ഉപയോഗിച്ച് അതിവേഗം കടന്നു കയറും. അങ്ങനെ കടന്നു കയറുന്ന സമയം ആ രാജ്യത്തിന് ചിന്തിക്കാൻ കൂടിയുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ജർമ്മനിയുടെ എയർഫോഴ്സ് ആയിട്ടുള്ള ലുഫ്റ്റ്വാഫെ അവിടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ വേഗത്തിലായിരിക്കും ഈ ഒരു ആക്രമണം നടക്കുക. ആദ്യം ടാങ്കുകൾ കയറി ആക്രമിക്കുന്നു. അതിനുശേഷം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ജർമ്മൻ എയർഫോഴ്സ് ആയിട്ടുള്ള ലുഫ്റ്റ്വാഫെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിന് ഈ പേര് വരുവാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജർമ്മൻ ഭാഷയിൽ ഇടിമിന്നൽ എന്നതിന് ബ്ലിറ്റ്സ് എന്നാണ് അർത്ഥം. അതിൽ നിന്നുമാണ് ഇടിമിന്നലിൻ്റെ വേഗത്തിൽ നടക്കുന്ന ഈ ആക്രമണത്തിന് ബ്ലിറ്റ്സ്ക്രിഗ് സ്ട്രാറ്റജി എന്ന പേര് വരുന്നത്. ഈ മരുന്ന് ജർമ്മൻ പട്ടാൾക്കാർ ഉപയോഗിക്കുന്നത് അലൈഡ് ഫോഴ്സുകൾ തിരിച്ചറിയുന്നത് അവരുടെ രഹസ്യ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുന്നതിനാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. കാരണം ജർമ്മനി അവരുടെ നാസി പട്ടാളത്തെ ഏതെങ്കിലും തരത്തിൽ സൂപ്പർ ചാർജ് ചെയ്യുന്നതായി ഇവർക്ക് തോന്നിയിരുന്നു. അതിൻ്റെ ഫലമായി ജർമ്മൻ പട്ടാളക്കാർക്ക് രാത്രി ഉറങ്ങേണ്ടതില്ല, ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും ഇവർക്ക് കഴിയുവാനായി സാധിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വേദന അനുഭവപ്പെടുന്നത് പോലും ഇവർക്ക് വളരെ കുറവായിരുന്നു.
ഇത് ജർമ്മനിക്ക് വലിയൊരു ആനുകൂല്യം ലഭിക്കുവാനിടയായി. ബാക്കിയുള്ള സൈന്യം രാത്രി ക്ഷീണിച്ചുറങ്ങുമ്പോൾ ജർമ്മൻ പട്ടാളക്കാർക്ക് അതിശക്തമായി ഉണർന്നിരിക്കാനുള്ള കഴിവുണ്ടാകുമായിരുന്നു. അവർ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുവാനും കഴിയുമായിരുന്നു. ഈ മരുന്ന് അല്പകാലത്തേക്ക് ഒരു ആനുകൂല്യം നൽകിയിരുന്നെങ്കിലും ദീർഘകാലത്തേക്ക് ഇവർക്ക് അതിൻ്റെ ഭീമാകാരമായിട്ടുള്ള ദോഷഫലങ്ങൾ പിന്നീട് നേരിടേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോളണ്ട് പിടിച്ചെടുത്ത സമയം നമുക്കറിയാം, ഒരു സൈഡിൽ നിന്നും ആക്രമിച്ചത് ജർമ്മനിയാണ്, മറ്റേ സൈഡിൽ നിന്നും ആക്രമിക്കുന്നത് റഷ്യയാണ്. റഷ്യ ഇത് ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ന്യായീകരണം റഷ്യൻ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് വരെ ഈ ഒരു ഭാഗം താങ്കളുടേതായിരുന്നു എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം താങ്കൾ ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോളണ്ടിനെ സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്നത്. അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ തലവനായിട്ടുണ്ടായിരുന്ന സ്റ്റാലിന് ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. കാരണം ഹിറ്റ്ലറെ ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അന്ന് റഷ്യൻ എംപയറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രദേശമായിരുന്നു ഫിൻലൻഡ്. ഇൻ കേസ് ഹിറ്റ്ലർ എങ്ങാനും ഫിൻലൻഡ് ആക്രമിക്കുകയാണെങ്കിൽ സ്റ്റാലിൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ലെനിൻഗ്രാഡിൽ നിന്നും വെറും 50 കിലോമീറ്റർ മാത്രമേ ഫിൻലാൻഡിലേക്കുള്ളൂ. അപ്പോൾ തൻ്റെ അടുത്ത് ഇത്രയും അടുത്ത് ജർമ്മൻ ട്രൂപ്പുകൾ വരുന്നത് തനിക്കത്ര പന്തിയല്ല എന്ന് സ്റ്റാലിൻ തിരിച്ചറിയുന്നു. ഫിൻലൻഡിനോട് സോവിയറ്റ് യൂണിയനിൽ ലയിക്കുവാനുള്ള ആവശ്യം സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഫിൻലൻഡ് ഈ ആവശ്യം റിജക്റ്റ് ചെയ്യുകയും പിന്നീട് യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. യുദ്ധത്തിലേക്ക് പോയെന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയന് അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങളും. ഫിൻലൻഡ് സ്വാഭാവികമായിട്ടും ചെറിയൊരു രാജ്യമാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നതാകട്ടെ അതിശക്തമായ ഒരു രാജ്യം. ഇന്ന് യുക്രൈനെ ആക്രമിക്കുന്നത് പോലെ തന്നെ അന്ന് ഫിൻലൻഡിനെ കയറി ആക്രമിക്കുന്നു. എന്നിരുന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. 2 മാസം കഴിഞ്ഞിട്ടും ഫിൻലൻഡിനെ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുവാൻ സോവിയറ്റ് യൂണിയനെ കൊണ്ട് സാധിക്കാതെ വരുന്നു. ആ സമയത്ത് 1940 ഒരു ഉടമ്പടി ഒപ്പുവെക്കപ്പെടുന്നുണ്ട്. ഈ ഉടമ്പടിയാണ് മോസ്കോ സമാധാന ഉടമ്പടി. ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നതോടുകൂടി ഫിൻലൻഡിൻ്റെ കയ്യിലിരുന്ന ഏകദേശം 11 ദശലക്ഷത്തോളം ലാൻഡ് സോവിയറ്റ് യൂണിയന് കൈമാറാമെന്ന് ഫിൻലൻഡ് സമ്മതിക്കുന്നു. അങ്ങനെ ഫിൻലൻഡ് സോവിയറ്റ് യൂണിയനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും, പക്ഷേ ഈ ഒരു സമയത്തെ പ്രത്യേകത എന്തെന്നാൽ സ്റ്റാലിൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഫിൻലൻഡ് ഹിറ്റ്ലർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഫിൻലൻഡിനെ ആക്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം വേറെയാണ്. അത് നോർവേയും ഡെൻമാർക്കുമായിരുന്നു. അങ്ങനെ 1940 ഏപ്രിൽ 9 ആകുന്നതോടുകൂടി ജർമ്മനി ഡെൻമാർക്കിനെ ആക്രമിക്കുവാൻ പോകുകയും ഈ 2 രാജ്യങ്ങളും വളരെ ചെറുതായിരുന്നതുകൊണ്ട് തന്നെ ഹിറ്റ്ലറുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. നോർവീജിയൻ ഗവൺമെൻറ് ലണ്ടനിലേക്ക് രക്ഷപ്പെടുകയും അവിടെ ഒരു ഗവൺമെൻറ് ഓൺ എക്സൈൽ സെറ്റപ്പ് ചെയ്യുകയും ചെയ്തു. ഇതേ സമയം നോർവേ പിടിച്ചെടുത്ത ഹിറ്റ്ലർ അവിടെ തൻ്റേതായിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപിച്ചു. അതേസമയം 1940 മെയ് 10 ആകുന്നതോടുകൂടി നെവിൽ ചേംബർലൈൻ തൻ്റെ പ്രധാനമന്ത്രി പദം രാജിവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ തോൽവിയിൽ സമ്മതിച്ചുകൊണ്ട് നോർവേയും ഫിൻലൻഡും പോളണ്ടും തുടങ്ങിയ രാജ്യങ്ങളെ സംരക്ഷിക്കുവാനായി അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് പകരം വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയാകുകയും അതേ ദിവസം തന്നെ ഹിറ്റ്ലർ ഫ്രാൻസ്, ബെൽജിയം, നെതർലൻഡ് എന്നിവിടങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഫ്രാൻസ് അവിടെ അതിർത്തിയിൽ മക്കനോട്ട് ലൈൻ എന്ന അതിശക്തമായ പ്രതിരോധ സംവിധാനം നിർമ്മിച്ചു. എന്നാൽ ഹിറ്റ്ലർ തൻ്റെ 1000 യുദ്ധവിമാനങ്ങളും 3 ദശലക്ഷത്തോളം പടയാളികളെയും ഉപയോഗിച്ച് ഫ്രാൻസിനെതിരെ യുദ്ധം ആരംഭിച്ചു. ഇത് ബാറ്റിൽ ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിറ്റ്ലർ തൻ്റെ സൈന്യത്തെ 3 ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ച് ഗ്രൂപ്പ് ബി നെതർലൻഡിനെയും ബെൽജിയത്തെയും ഗ്രൂപ്പ് സി മാക്ലോട്ട് ലൈനെയും ഗ്രൂപ്പ് എ ആയിരുന്നു ഹിറ്റ്ലറുടെ പ്രധാന പ്ലാൻ. അഡ്രിനാൻസ് വനത്തിലൂടെ ആരും കടന്നു കയറില്ല എന്ന ഫ്രാൻസിൻ്റെ ചിന്തയെ മറികടന്ന് 1940 മെയ് 15 ആകുമ്പോഴത്തേക്കും അഡ്രിനാൻസ് വനത്തിലൂടെ കടന്നു കയറി ഫ്രാൻസിൻ്റെ സെദാൻ പിടിച്ചെടുക്കുകയും ബെൽജിയത്തിലുണ്ടായിരുന്ന അലൈഡ് ഫോഴ്സുകൾ പ്രധാനമായും ബ്രിട്ടീഷ് പട്ടാളത്തെ ജർമ്മൻ സൈന്യം വളയുകയും ചെയ്യുന്നു. അന്ന് അവർക്ക് രക്ഷപ്പെടുവാനുണ്ടായിരുന്ന ഏക മാർഗം ഡങ്കൻസ് തുറമുഖം വഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. അതിനായി വിൻസ്റ്റൺ ചർച്ചിലിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഡൈനാമോ ആരംഭിക്കുകയും 3 ലക്ഷം പട്ടാളക്കാരെ ബ്രിട്ടീഷ് എയർഫോഴ്സും നാവികസേനയും സിവിലിയൻ കപ്പലുകളും ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തു. 1940 ജൂൺ 22 ആകുന്നതോടുകൂടി ഫ്രാൻസ് ഹിറ്റ്ലറിന് കീഴടങ്ങുകയും ഇറ്റലിയുടെ നേതാവായിരുന്ന മുസോളിനിയുമായി ചേർന്ന് ദ പാക്ട് ഓഫ് സ്റ്റീൽ എന്നറിയപ്പെടുന്ന ഒരു ഉടമ്പടി ഒപ്പുവെക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ജർമ്മനി, ഓസ്ട്രിയ, പോളണ്ട്, ഡെൻമാർക്ക്, നോർവേ, ബെൽജിയം, ലക്സംബർഗ്, ഫ്രാൻസ് എന്നീ ഇത്രയും രാജ്യങ്ങൾ കീഴടക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നതിനാൽ തന്നെ ഹിറ്റ്ലർക്ക് സോവിയറ്റ് യൂണിയനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യവും ഉണ്ടായില്ല. അപ്പോൾ ഇത് ഈ വീഡിയോയുടെ പാർട്ട് 1 ആണ്. പാർട്ട് 2-ൽ ഹിറ്റ്ലർ എങ്ങനെയാണ് എന്നിട്ടും പരാജയപ്പെട്ടു പോയത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ അനേകം ദിവസങ്ങളുടെ കഷ്ടപ്പാടാണ്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ. സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.